السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരെ, സത്യാന്വേഷികളെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. നമ്മൾ ഈ ഒരു വെള്ളിയാഴ്ച സുദിനം അതിൻ്റെ അനുഗ്രഹീതമായ ഈ ഒരു സമയം അള്ളാഹു ഏറെ ആദരിച്ച ബഹുമാനിച്ച ഈ ഒരു ഭവനത്തിൽ മനസ്സിലാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളാണ്. അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങൾ, അതിൽ അൽ കബീർ എന്ന അള്ളാഹുവിൻ്റെ തിരുനാമമാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അള്ളാഹു അവൻ അൽ കബീർ എന്ന് നമ്മൾ അവൻ്റെ പേര് സ്ഥിരീകരിക്കുമ്പോൾ എന്താണ് ആ പേര് അർത്ഥമാക്കുകയും അത് തേടുകയും ചെയ്യുന്നത്, അതിൻ്റെ താല്പര്യം എന്ത് എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്. അള്ളാഹു ഏറ്റവും വലിയവനും അതിമഹാനുമാണ്. അള്ളാഹുവിൻ്റെ അളമത്ത്, മഹത്വം, അതേപോലെ അള്ളാഹുവിൻ്റെ ജലാലത്ത്, അളമത്ത്, ജലാലത്ത്, അള്ളാഹുവിൻ്റെ മഹത്വം, അവനുള്ള ഗാംഭീര്യം, ഇതാണ് അൽ കബീർ എന്നുള്ള നാമം അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് കൽപ്പിച്ചു, വകബ്ബിർഹു തക്ബീറ, നീ അള്ളാഹുവിനെ ശരിയാം വിധം, യഥാവിധം മഹത്വപ്പെടുത്തുക. അള്ളാഹു കബീർ എന്നുള്ളത് നമ്മളുടെ വാക്കാൽ, നമ്മുടെ പ്രവൃത്തിയാൽ നമ്മൾ പ്രഘോഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവൻ, അള്ളാഹു ഏറ്റവും മഹത്വമുള്ളവൻ എന്ന് പ്രഘോഷിക്കുന്നത്. നമ്മളുടെ ഇബാദത്തുകളിലൂടെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ, അള്ളാഹുവിൻ്റെ വലിപ്പത്തെ നമ്മൾ പ്രഖ്യാപിക്കുകയും
തെളിയിക്കുകയും ചെയ്യുന്നത്. അള്ളാഹുവേക്കാൾ മഹത്വമുള്ളതായി വലിപ്പമുള്ളതായി യാതൊന്നുമില്ല. അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹു ദീന് സ്വീകരിക്കുവാൻ വേണ്ടി മദീനയിൽ വന്ന ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. അദി ഇബ്നു ഹാത്തിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനായപ്പോൾ ത്വയ് ഗോത്രത്തിൽ നിന്ന് പലായനം ചെയ്തിരുന്നു. വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്തു വന്നപ്പോൾ പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയം അദിയിനെ മദീനയിലെത്തിക്കുവാനും തിരുസവിധത്തിൽ നിന്ന് ദീൻ സ്വീകരിക്കുവാനുമാണ്. അതുകൊണ്ട് തന്നെ അദിയ് ഹിജ്റയുടെ 6 അല്ലെങ്കിൽ ഹിജ്റയുടെ 7 മദീനയിലെത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദിയ് നടത്തിയ ചില സംഭാഷണങ്ങളുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദിയിനോട് നടത്തിയ ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ചില ചോദ്യങ്ങൾ അദിയ് ദീൻ സ്വീകരിക്കാൻ കൂട്ടാക്കണില്ല. അപ്പൊ അസ്ലിം തസ്ലം, അദി നീ ഇസ്ലാം സ്വീകരിക്കും, രക്ഷപ്പെടും എന്ന് അദിയിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ ഒരു മതവിശ്വാസിയാണ് ഞാൻ എന്ന് അദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദി സ്വീകരിച്ച ആ മതവിശ്വാസത്തെ തിരുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദിയിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ്, അദിയെ നീ ദീൻ കൂട്ടാക്കാത്തതിൻ്റെ ഒരു കാര്യം, എൻ്റെ ചുറ്റും നീ കാണുന്നത് സാധുക്കളെയാണ്. അവരുടെ ഇല്ലായ്മയും വല്ലായ്മയുമാണ് നിന്നെ ദീനിനെ തൊട്ട് തടുക്കുന്നത്, അല്ലേ? ആളുകൾ ഒന്നടങ്കം മദീനക്കും മുസ്ലിമീങ്ങൾക്കും എതിരായിട്ടാണ് നീ കാണുന്നത്, അതും നിന്നെ ദീനിനെ തൊട്ട് തടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദീനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഹീറ പട്ടണം അറിയോ? അപ്പോൾ അദീ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അവിടെ പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹീറയിൽ നിന്ന് ഒരു സ്ത്രീ കൂടെ ആരുമില്ലാതെ കഅബത്തിങ്കൽ വന്ന് തവാഫ് ചെയ്ത് തിരിച്ചു പോകും വിധം നിർഭയത്വം കളിയാടുന്ന ഒരവസ്ഥ മുസ്ലിമീങ്ങൾക്ക് വരാനുണ്ട്. മാത്രമല്ല കിസ്റായുടെ ഖജനാവുകൾ മുസ്ലിമീങ്ങൾക്ക് യുദ്ധാർജിത സ്വത്തായി ലഭിക്കുന്ന ഒരു നാളെയും പുലരാനുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരിൽ ലോകം ഒന്നിച്ചു എന്ന പേടിയും മുസ്ലിമീങ്ങൾ പട്ടിണി പാവങ്ങളാണ് എന്നുള്ള ഭീതിയും നിങ്ങൾ ഇസ്ലാമിനെ തൊട്ട് തടയേണ്ട കാര്യമില്ല എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു. അത് അദിയിൽ സ്വാധീനിച്ചു. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സംഭാഷണത്തിൻ്റെ മറ്റു ചില വശങ്ങളുണ്ട്. അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദീനോടൊപ്പം തിരുനബിയുടെ വീട്ടിലിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ ഹംദ് ചൊല്ലി അള്ളാഹുവെ വാഴ്ത്തി പുകഴ്ത്തി അദീനോട് ചോദിച്ചു, മാ യുഫിറുക് അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഹൽ തഅലം മിൻ ഇലാഹിൻ സിവല്ലാഹ്. അദി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിനെ തൊട്ട് തിരിഞ്ഞോടാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹ് ആരാധ്യൻ ഉള്ളത് നിനക്കറിയുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദീനോട് ചോദിച്ചു. അപ്പോൾ അദീ പറഞ്ഞില്ല, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യൻ ഉള്ളതായിട്ട് എനിക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അദിയിനോട് ചോദിച്ചു, ഇന്നമാ തഫിറു അൻ തഖൂല അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്നതിൽ നിന്നാണോ നിങ്ങളെങ്കിൽ ഓടുന്നത്? വതഅലമു ഷൈഅൻ അക്ബറു മിനല്ലാഹ്, അല്ലാഹുവേക്കാൾ വലിയ മഹത്വമേറിയ യാതൊന്ന് നിങ്ങൾക്കറിയുമോ അദി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദിയിനോട് ചോദിച്ചപ്പോൾ അദി പറഞ്ഞൂല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നൽ യഹൂദ മഗ്ദൂബുൻ അലൈഹിം വഇന്നൻ നസാറ ദുല്ലാൽ, ജൂതർ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങിയിട്ടുണ്ട്, നസാറാക്കൾ അവർ മാർഗഭ്രംശികളാവുകയും ചെയ്തിട്ടുണ്ട്. അത് പറയാൻ കാരണം തയ്യ് ഗോത്രത്തിൽ നിന്ന് റോമയിൽ പോയ അദി ക്രിസ്തുമതം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ചില റിപ്പോർട്ടുകളിൽ അദ്ദേഹം ക്രിസ്തുമതത്തിലേക്ക് കയറിയതുമില്ല, അതേപോലെ തന്നെ സാബിഈ മതം അതും പഠിച്ച് അതിലും കയറിയില്ല, രണ്ടിൻ്റെ ഇടയിൽ നിൽക്കാൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ വിധം അദ്ദേഹത്തെ തിരുത്തിയത്. അപ്പോൾ അദി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞത് കേട്ടപ്പോൾ പറഞ്ഞു, ഇന്നി ദൈഫുൻ മുസ്ലിം, ഞാൻ മുസ്ലിമായ ഒരു ഗസ്റ്റാണ്, മദീനയിൽ ഒരു അതിഥിയാണ് എന്ന് പറഞ്ഞു. അദി പറയുകയാണ്, ഫറഅയ്തു വജ്ഹഹു തബസ്സത ഫറഹൻ, ഞാൻ മുസ്ലിമായ ഒരു അതിഥിയാണെന്ന് അദി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുഖം പ്രസന്ന വദനമായി, സന്തോഷത്താൽ പ്രസന്ന വദനമായത് ഞാൻ കാണുകയുണ്ടായി എന്നാണ് അദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. ഇവിടെ അദിയിൻ്റെ ഇസ്ലാമാശ്ലേഷണവുമായി ബന്ധപ്പെട്ട ചരിത്രം അതിവിശാലമാണ്. പക്ഷേ നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചില ചോദ്യങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൽ നിന്നാണോ നിങ്ങൾ ഓടുന്നത്? അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹിനെ നിങ്ങൾക്കറിയുമോ? അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്നതിൽ നിന്നാണോ നിങ്ങൾ ഓടുന്നത്? അല്ലാഹുവേക്കാൾ അക്ബറായ ഒന്ന് നിനക്കറിയുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അദി ഇബ്നു ഹാത്തിബിനോട് ചോദിക്കണം. അല്ലാഹുവേക്കാൾ വലുതായി യാതൊന്നുമില്ല, അല്ലാഹുവാകുന്നു ഏറ്റവും വലിയവൻ. ആ അല്ലാഹുവിൻ്റെ വലിപ്പവും മഹാത്മ്യവും അത് പ്രഖ്യാപിക്കുവാനാണ് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. വകബ്ബിർഹു തക്ബീറ, അല്ലാഹുവിൻ്റെ മഹത്വം, കിബിരിയ, വലിപ്പം അത് യഥാവിധം ശരിയാവിധം നീ പ്രഖ്യാപിക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അല്ലാഹു ഇബാദത്തുകളെ ശറഅാക്കിയപ്പോൾ വലിതുകബ്ബിറുല്ലാഹ് അലാ മാ ഹദാകും, വലിതുകബ്ബിറുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി എന്നാണ്. റമദാൻ മാസം വെളിപാട് അകലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ നോമ്പിനെ ശറഅാക്കിയത് എന്തിനാ? വിശുദ്ധ റമദാനിൽ പുണ്യകർമ്മങ്ങൾ ശറഅാക്കിയത് എന്തിനാ? നോമ്പിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്ർ ഫല്യസും വമൻ കാന മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ യുരീദുല്ലാഹു ബികുമുൽ യുസ്ർ വലാ യുരീദു ബികുമുൽ ഉസ്ർ വലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. റമദാൻ മാസത്തിൻ്റെ മഹത്വം പറഞ്ഞ് റമദാൻ മാസത്തിൽ സന്നിഹിതരായവർ നോമ്പെടുക്കണമെന്ന് അനുശാസിച്ച് വലിതുക്മിലുൽ ഇദ്ദ, 30 ദിവസമെങ്കിൽ 30 ദിവസം നോമ്പെടുക്കണം. മാസം 29 എങ്കിൽ 29 നോമ്പെടുക്കണം. നോമ്പ് ആ ദിവസങ്ങളിൽ നഷ്ടമായിട്ടുണ്ട് എങ്കിൽ വലിതുക്മിലുൽ ഇദ്ദ, നോമ്പ് പിന്നീട് നോറ്റി വീട്ടി എണ്ണം തകക്കണം. രോഗികളായവർ, യാത്രയിലായവർ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവരും നോമ്പ് നോറ്റ് വീട്ടണം. അങ്ങനെ
30 നോമ്പാണ് എങ്കിൽ 30 നോമ്പ്, 29 നോമ്പാണെങ്കിൽ 29 നോമ്പ്. ആ എണ്ണം തികച്ചിട്ട് നോമ്പെടുക്കണം. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് അല്ലാഹു മാർഗമരുളിയതിനാൽ, സന്മാർഗം കനിഞ്ഞതിനാൽ നിങ്ങൾ അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി, അവൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വേറെയും ഇബാദത്തുകൾ ഷറാക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിതുകബ്ബിറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് തക്ബീർ നിർവഹിക്കുന്നതിന് വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അനുശാസിച്ചത് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഒരു പൊരുൾ പ്രഖ്യാപിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ തക്ബീർ ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ട് ഒരു ദിവസം എത്ര തക്ബീറാ നമ്മൾ നിർവഹിക്കണത്? ബാങ്കിലും ഇഖാമത്തിലും പല ലഫ്ദുകളുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ലഫ്ദ് ഏതാ? ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ലഫ്ദ് അല്ലാഹു അക്ബർ എന്നുള്ള ലഫ്ദാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ആവർത്തിക്കുകയാണ്. അതേസമയം ബാങ്കിലുള്ള ഇതര ലഫ്ദുകൾ നോക്കൂ, ഇത്ര ആവർത്തിക്കണില്ല. അതേപോലെ ബാങ്കിൻ്റെ അവസാനത്തിലും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇഖാമത്തിലും അങ്ങനെ തന്നെയാണ്. പല ലഫ്ദുകളിൽ ആവർത്തിക്കപ്പെടുന്നത് കൂടുതലായിട്ട് അല്ലാഹു അക്ബർ എന്നുള്ള ലഫ്ദാണ്. നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്നുള്ളത് നിസ്കാരത്തിൻ്റെ റുക്നാണ്. തുടക്കത്തിലുള്ള അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം. ഒരു റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമും പിന്നെ തക്ബീറാത്തുൽ ഇന്തിഖാലും ഉണ്ട്. എന്താ ഈ തക്ബീറാത്തുൽ ഇന്തിഖാൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ റുക്കൂയിലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ, പിന്നെ സുജൂദിലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ, സുജൂദിൽ നിന്ന് തല ഉയർത്തി ഇരിക്കുമ്പോഴുള്ള തക്ബീർ, ഇരുന്ന് വീണ്ടും സുജൂദ് ചെയ്യുമ്പോഴുള്ള തക്ബീർ. എത്ര തക്ബീറാ? തക്ബീറത്തുൽ ഇഹ്റാം ഉൾപ്പെടെ 5 തക്ബീറാണ്. ഇതിൽ തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിൻ്റെ റുക്നാണ്. ആ തക്ബീർ ചൊല്ലിയിട്ടില്ല എങ്കിൽ നിസ്കാരമല്ല, കാരണം നിസ്കാരത്തിൻ്റെ റുക്നാണ്. മറ്റ് തക്ബീറുകളോ തക്ബീറാത്തുൽ ഇന്തിഖാൽ അത് നിസ്കാരത്തിൻ്റെ വാജിബുകളാണ്. ആ തക്ബീറുകൾ ചൊല്ലിയിട്ടില്ല എങ്കിൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്തുകൊണ്ട് ആ തക്ബീർ നഷ്ടപ്പെടുത്തിയത് പരിഹരിക്കണം. തക്ബീറത്തുൽ ഇഹ്റാമോ തുടക്കത്തിലുള്ള തക്ബീർ അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ നിസ്കാരം തന്നെയല്ല, മടക്കി നിസ്കരിക്കണം. അപ്പോൾ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവുമാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ഒരു റക്അത്തിൽ 5 തക്ബീർ. അപ്പോൾ 4 റക്അത്തുള്ള നമസ്കാരത്തിൽ എത്ര തക്ബീറുകളാണ്? 4 റക്അത്തുള്ള നമസ്കാരങ്ങളിൽ 22 തക്ബീർ വരും. കാരണം എന്താ? ഇടയിലിരുത്തം, അതിനുള്ള തക്ബീർ, അതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള തക്ബീർ, പിന്നെ അവസാനത്തെ തശഹുദിന് വേണ്ടിയിട്ടുള്ള തക്ബീർ ഒക്കെ പാടെ കൂടിയിട്ടുണ്ടെങ്കിൽ 24 തക്ബീർ. 2 റക്അത്തുള്ള നമസ്കാരത്തിൽ 11 തക്ബീർ. ഒരു ദിവസം നമ്മൾ എത്ര തക്ബീർ ചെല്ലുന്നുണ്ട്? നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ബാങ്കിൽ, ഇഖാമത്തിൽ. ബാങ്കിനുള്ള മറുപടിയിൽ, ഇഖാമത്തിനുള്ള മറുപടിയിൽ നമ്മൾ തക്ബീറുകൾ എത്ര ചെല്ലുന്നുണ്ട്? ഇതേപോലെ നിസ്കാരം കഴിഞ്ഞാൽ, ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 33 പ്രാവശ്യം തക്ബീർ ചെല്ലും അല്ലാഹു അക്ബർ. 5 ഫർദ് നിസ്കാരത്തിൻ്റെയും ശേഷം 33 വീതം തക്ബീറുകൾ ചെല്ലുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചെല്ലുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ അല്ലാഹുവിൻ്റെ തക്ബീർ അത് ഘോഷിക്കുന്നവരാണ്. ഇതേപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ 34 തവണ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ചെല്ലണം. ഐച്ഛിക നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ, ഐച്ഛിക നമസ്കാരം എന്ന് പറഞ്ഞാൽ റവാത്തിബ് നിസ്കാരമുണ്ട്, റവാത്തിബ് അല്ലാത്ത ഇതര ഐച്ഛിക നിസ്കാരങ്ങളുണ്ട്. ഇപ്പം മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചത്, ഇശൻ്റെ മുമ്പ് നിസ്കരിക്കുന്ന 2 റക്അത്ത്, അസറിൻ്റെ മുമ്പുള്ള 2 അല്ലെങ്കിൽ 4 റക്അത്തുകൾ, ദുഹ നമസ്കരിക്കുമ്പോൾ, വിത്ർ നിസ്കരിക്കുമ്പോൾ, ഇതിലൊക്കെ നമ്മൾ എത്ര തക്ബീറുകൾ ചെല്ലുന്നുണ്ട്? അപ്പോൾ നോക്കൂ നിങ്ങൾ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് നമ്മൾ ആവർത്തിക്കുകയാണ്. ഇതേപോലെ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുവാൻ
നമ്മൾ ആജ്ഞാപിക്കപ്പെട്ട അനുശാസിക്കപ്പെട്ട സമയങ്ങളും അതേപോലെ ഇബാദത്തുകൾ വേറെയുണ്ട്. പെരുന്നാൾ സുദിനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദി എന്താ? തക്ബീർ ചൊല്ലുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിവായത്തിൽ കാണാൻ സാധിക്കും, പെരുന്നാളിൻ്റെ തക്ബീറിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരുന്നാളിന് ചൊല്ലുന്ന തക്ബീർ, അതിൽ നോക്കൂ നിങ്ങൾ അതിൻ്റെ ലഫ്ദുകൾ, അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എത്ര പ്രാവശ്യം അല്ലാഹു അക്ബർ ആവർത്തിച്ചു വന്നു? ഇതേപോലെ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള നിവേദനത്തിൽ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ വ അജൽ, അല്ലാഹു അക്ബർ അലാ മാ ഹദാന. 5 പ്രാവശ്യം അല്ലാഹു അക്ബർ. പെരുന്നാൾ സുദിനത്തിൽ ചൊല്ലുന്ന തക്ബീറിൻ്റെ മറ്റൊരു രീതിയാണത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനത്തിൽ കബ്ബിറുല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബറു കബീറ, ഇങ്ങനെ അല്ലാഹു അക്ബർ കബീറ, ഇങ്ങനെ തക്ബീറിൻ്റെ ലഫ്ദുകൾ വന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, വകബ്ബിർഹു തക്ബീറ, നിങ്ങൾ അള്ളാഹുവിന് തക്ബീർ യഥാവിധം നിർവഹിക്കുക എന്നുള്ള ആ കൽപ്പന അതിൻ്റെ പ്രായോഗിക രൂപങ്ങളാണ്. നമ്മൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുവാനും യഥാവിധം ശരിയാവിധം അവന് തക്ബീർ ചൊല്ലുവാനാം കൽപ്പിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ദീനിൽ ആ തക്ബീറിൻ്റെ സന്ദർഭങ്ങൾ സമയങ്ങൾ നമുക്ക് നിശ്ചയിക്കപ്പെട്ട്, പക്ഷെ നമ്മൾ ഈ തക്ബീർ ചൊല്ലുമ്പോൾ എന്താണ് ഈ ചൊല്ലണത്? ഞാൻ എത്രമാത്രം ചൊല്ലുന്നു ഒരു ദിവസം, ഇതെന്താണ്? ഇത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഫർദ് നമസ്കാരങ്ങളിൽ എത്ര തവണ, സുന്നത്ത് നമസ്കാരങ്ങളിൽ എത്ര തവണ, അതേപോലെ തന്നെ ഇതര സന്ദർഭങ്ങളിൽ ഫർദ് നമസ്കാരങ്ങളുടെ ശേഷം ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ അല്ലാഹു അക്ബർ. ഒരു ബലിമൃഗത്തെ കിടത്തിയാൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബലിമൃഗത്തെ അറുക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ, ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ടാണ് ആ ബലിമൃഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ അറുത്തിരുന്നത്. ഇതേപോലെ ആശ്ചര്യകരമായ ഒരു വിവരം കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുമായിരുന്നു. ഖൈബർ വിജയിച്ചടക്കി, വാർത്ത തിരുസവിധത്തിലെത്തി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അല്ലാഹു അക്ബർ, ഫുതിഹത് ഖൈബർ, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവൻ, ഖൈബർ വിജയിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സത്ത് റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ വിവാഹമോചനം നടത്തി എന്നൊരു വാർത്ത പരന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു, ചോദിച്ചു, പ്രവാചകരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ വിവാഹമോചനം നടത്തിയിട്ടുണ്ടോ? ഉമറിൻ്റെ ചോദ്യം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ല എന്ന് പ്രതികരിച്ചു. ഉടനെ ഉമർ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചു എന്നാണ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ നോക്കൂ, നിങ്ങളൊരു വാർത്ത കേൾക്കുമ്പോൾ ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തക്ബീർ ചൊല്ലി പല വിഷയങ്ങളോടും പ്രതികരിച്ചത് കാണാൻ സാധിക്കും. യാത്ര കയറ്റമാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ടാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച വേറെ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ അറിയിക്കുന്നത് എന്താ? എല്ലാം അറിയിക്കുന്നത് തക്ബീറിൻ്റെ പ്രാധാന്യം, തക്ബീറിൻ്റെ മഹത്വമാണ്. അല്ലാഹു കബീറാണ്, അൽ കബീർ. വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ അല്ലാഹു കബീർ ആണ് എന്നത് അവൻ്റെ നാമം അനുസ്മരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ അർത്ഥമാക്കുന്നത്?
അർത്ഥമാക്കുന്നത് അള്ളാഹു മഹനീയനാണ്, അള്ളാഹു ഏറ്റവും വലിയവനാണ്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിന് മുമ്പിൽ ചെറുതാണ്. അള്ളാഹുവിലേക്ക് ആശ്രിതരാണ്. അള്ളാഹു നിരാശ്രയനും ധന്യനുമാണ്. അവൻ മഹത്വമുടയവനാണ്. അള്ളാഹു അക്ബർ എന്നുള്ള കലിമത്ത് അത് വന്ന ശ്രേഷ്ഠ വചനങ്ങളൊക്കെ നമുക്ക് കാണാം. അള്ളാഹു അക്ബറിൻ്റെ മഹത്വം അത് അറിയിക്കുന്നുണ്ട്. അഹബ്ബുൽ കലാം ഇലല്ലാഹ് അർബഉൻ, നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ 4 ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ 4 ആ 4 വചനങ്ങളിൽ ഒന്നാണ് അള്ളാഹു അക്ബർ. ഏതാ 4 വചനങ്ങൾ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വചനങ്ങളാണുള്ളത്. അതിൽ ഒന്ന് അള്ളാഹു അക്ബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാം. അഫ്ദലുൽ കലാം, മറ്റൊരു റിവായത്തിൽ കാണാം അഫ്ദലുൽ കലാം, വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനങ്ങൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. കണ്ടോ? അപ്പോൾ ശ്രേഷ്ഠ വചനങ്ങൾ 4 എടുത്തിട്ടപ്പോൾ അതിൽ ഒന്ന് അള്ളാഹു അക്ബറാണ്. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബഖിൻ ബഖിൻ ലി ഖംസിൻ മാ അസ്ഖലഹുന്ന ഫിൽ മീസാൻ. ബഖിൻ ബഖിൻ എന്ന് അറബിയിൽ പ്രയോഗിക്കൽ ആശ്ചര്യകരമായ വല്ലതും കേൾക്കുമ്പോഴാണ്. അത്ഭുതകരമായ എന്തെങ്കിലും, ആശ്ചര്യകരമായ എന്തെങ്കിലും, അതേപോലെ തൃപ്തികരമായ എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോഴാണ് ബഖിൻ ബഖിൻ എന്ന് പറയാം അറബിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിവിടെ പ്രയോഗിക്കാം. അത് ബദർ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണിയൊക്കെ ശരിയാക്കി. 2 കൂട്ടരെയും മുസ്ലിം സൈന്യത്തിൻ്റെ അണി ശരിയാക്കി. 2 കൂട്ടരും മുഖാമുഖം കണ്ടു നിൽക്കുകയാണ്. ആദ്യം ദൊന്ന യുദ്ധമാണ്. ദൊന്ന യുദ്ധം അത് അവസാനിച്ച് പിന്നെ ഒന്നിച്ചുള്ള യുദ്ധമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യുദ്ധത്തിനുള്ള തുടക്കം എങ്ങനെ നിർവഹിച്ചത്? ഖൂമു ഇലാ ജന്നത്തിൻ, സ്വർഗത്തിലേക്ക് എഴുന്നേറ്റോളൂ എന്നാണ് പറഞ്ഞത് സഹാബത്തിനോട്. സ്വർഗത്തിലേക്ക് എഴുന്നേറ്റോളൂ. അടർക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന് പറഞ്ഞത് എന്താ? സ്വർഗത്തിലേക്ക് എഴുന്നേൽക്കുക എന്നാണ്. അപ്പോൾ ചരിത്രത്തിൽ കാണാം, ഉമൈർ ബിനുൽ ഹുമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു ബഖിൻ ബഖ്, ഇതേ പ്രയോഗം ബഖിൻ ബഖ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാണ്, നിങ്ങൾ ബഖിൻ ബഖ് എന്ന് പറയാൻ കാരണം എന്താ? അപ്പോൾ അദ്ദേഹം പറയാണ്, റസൂലെ നിങ്ങൾ സ്വർഗത്തിലേക്ക് എഴുന്നേറ്റു എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു കാരക്ക തിന്നായിരുന്നു. അപ്പം ഞാൻ ആ കാരക്ക വായിന്ന് എടുക്കുകയാണ്. സ്വർഗത്തിലേക്കാണ് എങ്കിൽ ഒരു കാരക്ക തിന്ന് തീർക്കാൻ ഈ ദുനിയാവിൽ ശേഷിക്കുന്നത് നഷ്ടമാണ്. അതുകൊണ്ട് തിരുനബി സ്വർഗത്തിലേക്കെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് അതിൽ തൻ്റെ ആശ്ചര്യവും കൗതുകവും പ്രകടിപ്പിച്ചാണ് ബഖിൻ ബഖ് എന്ന് ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു തആല അൻഹു അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രതികരിച്ചത്. അതേപോലെയാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖിൻ ബഖ് എന്ന് കൗതുകത്തിൽ ആശ്ചര്യത്തിൽ പറയണ്ടായി. എന്നിട്ട് റസൂലുള്ള പറയാണ്, മീസാനിനെ ഭാരിച്ചതാക്കുന്നത് 5 കാര്യങ്ങൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഈ 4 സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. അപ്പോൾ അല്ലാഹു അക്ബർ എന്നുള്ളത് എന്താ? അത് മീസാനിനെ നിറക്കുന്ന സൽപ്രവൃത്തികളിൽ, മീസാനിനെ നന്മ തിന്മകൾ തൂക്കുമ്പോൾ നന്മയുടെ തുലാസിനെ ഭാരിച്ചതാക്കുന്ന കർമ്മം, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാണെന്ത്? അല്ലാഹു അക്ബർ എന്നുള്ള വചനം. ഒരിക്കൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. റസൂലുള്ള പഠിപ്പിച്ചത് ഉസ്മാനോട് ചോദിക്കുന്നുണ്ട്. ഫമൽ ബാഖിയാത്തു യാ ഉസ്മാൻ, ഉസ്മാൻ എന്താണ് ബാഖിയാത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ഈ ബാഖിയാത്ത്? നമുക്കൊക്കെ ഒരു ബാഖിയാത്ത് അറിയാം, വെല്ലൂര് ബാഖിയാത്ത് സാലിഹാത്ത്. ആ ബാഖിയാത്തല്ല, ബാഖിയാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. ഇന്ന് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതിയില്ലേ, അതേപോലെ തന്നെ ബാഖിയാത്ത് സാലിഹാത്തിനെ കുറിച്ച് വേറെയും സൂറത്തുകളിൽ, സൂറത്ത് മറിയമിലൊക്കെ ഉണ്ട്.
പ്രതിഫലം ശേഷിക്കുന്നത്, കൂലി നിത്യമായത്, അതാണ് അൽ ബാഖിയാത്ത് സാലിഹാത്ത്. സൽപ്രവൃത്തി അതിൻ്റെ കൂലി നിത്യമാണ്. പ്രതിഫലം ശോഷിക്കാതെ കുറയാതെ ശേഷിക്കുന്നതാണ്. ആ ബാഖിയാത്ത് എന്ത് എന്ന് ഉസ്മാനോട് ചോദിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഹിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് അൽ ബാഖിയാത്ത്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂലി നിലനിൽക്കുന്ന, പ്രതിഫലം ശേഷിക്കുന്ന സൽപ്രവൃത്തികൾ പറഞ്ഞപ്പോൾ അതിൽ ഒന്ന് വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബറാണ്. അതാണ് അള്ളാഹുവിൻ്റെ നാമം പ്രകീർത്തിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം, മഹത്വം നമ്മളെ അറിയിക്കുന്നത്. ഉമ്മുഹാനി ബിന്ത് അബി താലിബ് റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. ഉമ്മുഹാനി അലി ബിൻ അബി താലിബിൻ്റെ പെങ്ങൾ. ഉമ്മുഹാനി അബൂ താലിബിൻ്റെ മകൾ, അലിയാരുടെ പെങ്ങൾ, ജഅഫറിൻ്റെ പെങ്ങൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഉമ്മുഹാനി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നി കബിർത് വദഉഫ്ത്. റസൂലെ, വയസ്സായി, ദുർബലയായി, ആരോഗ്യമൊക്കെ പോയി, ക്ഷയിച്ചു, കളവത്തിയായി. ഫമുർനി ബിഅമലിൻ അഅമലുഹു വഅന ജാലിസ. അതുകൊണ്ട് ഇരുന്നു കൊണ്ട് നിർവഹിക്കാവുന്ന വല്ല കർമ്മവും ചെയ്യാൻ എന്നോട് കൽപ്പിച്ചാലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുഹാനിയോട് പറഞ്ഞത് എന്താ? സബ്ബിഹില്ലാഹ് മിഅത തസ്ബീഹ, അതേപോലെ ഇഹ്മദില്ലാഹ് മിഅത തഹ്മീദ, അതേപോലെ കബ്ബിരില്ലാഹ് മിഅത തക്ബീറ, അതേപോലെ വഹല്ലിലില്ലാഹ് മിഅത തഹ്ലീല. എന്താ അതിൻ്റെ അർത്ഥം? 100 തസ്ബീഹ് സുബ്ഹാനല്ലാഹ്, 100 തഹ്മീദ് അൽഹംദുലില്ലാഹ്, 100 തക്ബീർ അല്ലാഹു അക്ബർ, 100 തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ചെല്ലാൻ പറഞ്ഞു. അതിന് ഓടിപ്പായേണ്ട കാര്യമല്ല, അതിന് എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമല്ല. ഇരുന്നു കൊണ്ട് തന്നെ ഒരാൾക്ക് നിർവഹിക്കാവുന്ന, വയസ്സായാലും ശരീരം ക്ഷീണിച്ചാലും ശോഷിച്ചാലും ഒക്കെ നിർവഹിക്കാവുന്ന അമലാണ്. അത് ഉമ്മുഹാനി ബിന്ത് അബി താലിബ് റളിയല്ലാഹു തആല അൻഹ വ അർദഹ അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അല്ലാഹു അക്ബർ എന്ന ലഫ്ദ്, അതിൻ്റെ മഹത്വവും അതിൻ്റെ വലിപ്പവുമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ അള്ളാഹു പ്രതികരിക്കുന്നതാണ്. ഭൂമിയുടെ പരപ്പിൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അള്ളാഹു പറയുമെന്നാണ്. ഈ പറഞ്ഞതിനെ സത്യപ്പെടുത്തിയിട്ട് ലാ ഇലാഹ ഇല്ലാ അന വ അന അക്ബർ. എന്താ അള്ളാഹു പറയാ? എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, യഥാർത്ഥ ആരാധനക്ക് അർഹനായി, യഥാർത്ഥ ആരാധ്യനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല, മറ്റൊരു ഇലാഹുമില്ല. ആരാധനക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നതിനേക്കാൾ ഒന്നുകൂടി സൂക്ഷ്മമാണ് യഥാർത്ഥ ആരാധ്യനായി, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. വ്യാജന്മാരായിട്ട് കുറേ ഉണ്ട്, പക്ഷെ യഥാർത്ഥ ആരാധനക്കർഹനായി, യഥാർത്ഥ ആരാധ്യനായി ആര് മാത്രമേ ഉള്ളൂ? അത് അള്ളാഹുവേ ഉള്ളൂ. വ്യാജന്മാരായിട്ട് ഇവിടെ കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളും മുരട് മൂർഖൻ പാമ്പ് വരെ പലതും ആരാധിക്കപ്പെടുന്നുണ്ട്. തൂണും തുരുമ്പും തറയും തിറയും ഒക്കെ ആരാധിക്കപ്പെടുന്ന ഒരു യുഗത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. പക്ഷേ യഥാർത്ഥ ആരാധ്യനായി അള്ളാഹു അല്ലാതെ മറ്റാരില്ല. വല്ലാഹു അക്ബർ, അള്ളാഹു ആകുന്നു ഏറ്റവും മഹാൻ, വലിയവൻ. ഇതൊരു ദാസൻ പ്രഖ്യാപിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപരിയിൽ നിന്ന് പ്രതികരിക്കും, ഈ ദാസനെ സത്യപ്പെടുത്തും. എന്താ അള്ളാഹു പറയാ? ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധ്യനായി മറ്റാരുമില്ല. വ അന അക്ബർ, ഞാനാകുന്നു ഏറ്റവും വലിയവൻ, ഞാനാകുന്നു ഏറ്റവും വലിയവൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതികരിക്കും. സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? അള്ളാഹു അവൻ അൽ ഖബീർ,
ഏറ്റവും വലിയവനാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ അള്ളാഹുവിൻ്റെ മഹത്വം അത് പ്രഘോഷിക്കുവാനും അത് യഥാവിധം ശരിയാവിധം പ്രഖ്യാപിക്കുവാനും നമ്മൾ അനുശാസിക്കപ്പെടുമ്പോൾ അതെങ്ങനെയാണ് പ്രഖ്യാപിക്കേണ്ടത്? അതിന് തിരു നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞ കാഴ്ചവെച്ച മാതൃകകൾ, ഉദാഹരണങ്ങൾ, ആ വിഷയത്തിൽ വന്ന മൊഴികൾ, അതാണ് സഹോദരന്മാരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുസ്അബ് റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു അറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ട് അറാബി റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത്, അല്ലിംനി കലാമൻ അഖൂലുഹു, എനിക്ക് പറയാൻ വല്ലതും പഠിപ്പിച്ചു തന്നാലും, എനിക്ക് ചൊല്ലാൻ മൊഴിയാൻ വല്ലതും പഠിപ്പിച്ചു തന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിച്ചത്? ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. കണ്ടാ, എന്തെങ്കിലും പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അറാബി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വചനം അത് എത്ര മഹത്തരായിരിക്കണം. കാരണം അയാൾ അതാണ് ചൊല്ലി പോവുകയാണ്, പഠിച്ചു പോവുകയാണ്. പിന്നെ അയാൾ ചെല്ലലതാ. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹു അക്ബറു കബീറ. എന്താ അല്ലാഹു അക്ബറു കബീറ? അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു, മഹനീയനാകുന്നു. വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സംഭവം, ഇബ്നു ഉമർ പറയാണ്, ബൈന നഹ്നു നുസല്ലി മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് ഖാല റജുലുൻ മിനൽ ഖൗം അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിസ്കരിക്കുക. അപ്പോൾ ഒരാൾ വന്നു, എന്നിട്ട് അയാൾ ചൊല്ലി അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്ന് ചൊല്ലി. എന്താ ഇതിന്റെ മാന? അല്ലാഹു അക്ബർ കബീറ, അല്ലാഹു ഏറ്റവും മഹാനും വലിയവനുമാകുന്നു. വൽഹംദുലില്ലാഹ് കസീറ, അല്ലാഹുവിനാകുന്നു ധാരാളമായി സ്തുതി കീർത്തനങ്ങൾ, അത് മുഴുവനും. വസുബ്ഹാനല്ലാഹ് ബുക്റതൻ വഅസീല, പ്രഭാത പ്രദോഷങ്ങളിൽ അല്ലാഹുവിനാകുന്നു പരിശുദ്ധി, ആ പരിശുദ്ധിയെ ഞാൻ ഇതാ പ്രഘോഷിക്കുന്നു, അല്ലാഹുവെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. ഈ വചനങ്ങൾ ഒരാൾ ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മനിൽ ഖായിലു കദാ വകദാ, ആരാണ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്ന് ചൊല്ലിയത്? അപ്പോൾ ഇബ്നു ഉമർ പറയാണ്, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാനാണ് റസൂലെ അത് ചൊല്ലിയത്. അപ്പോൾ ഖാൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജിബ്തു ലഹാ ഫുതിഹത് ലഹാ അബ്വാബുസ് സമാ. അജിബ്തു ലഹാ, ആ വചനങ്ങളിൽ ഞാൻ ഇതാ ആശ്ചര്യം കൂറുന്നു. കാരണം എന്താ? ഫുതിഹത് ലഹാ അബ്വാബുസ് സമാ, ആ വചനങ്ങൾക്ക് വേണ്ടി ആകാശ കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്നാണ്. ആ വചനങ്ങൾ അത് ഉപരിലോകത്ത് കബൂലാക്കപ്പെടുന്നതിന് വേണ്ടി, സ്വീകരിക്കപ്പെടുന്നതിന് വേണ്ടി, റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നതിന് വേണ്ടി വാനലോകത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്തേ പറഞ്ഞത്? അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ നോക്കൂ നിങ്ങൾ, ആ 3 വചനങ്ങളിൽ ഒന്ന് അല്ലാഹു അക്ബർ കബീർ, അത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുവാനും അള്ളാഹുവിൻ്റെ വലിപ്പം പ്രഘോഷിക്കുവാനും നമ്മൾ പഠിപ്പിക്കപ്പെട്ട മഹൽ വചനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു ഉമർ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ട് ഇബ്നു ഉമർ പറയുന്നത് എന്താ? ഫമാ തറക്തുഹുന്ന മുൻദു സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞതിൽ പിന്നെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞതിൽ പിന്നെ
ഫമാ തറക്തുഹുന്ന, ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. ഏതൊഴിവാക്കിയിട്ടില്ല? ഈ വചനങ്ങൾ പ്രഖ്യാപിക്കുന്നത് അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്രതം വഅസീല എന്നാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ അള്ളാഹുവിൻ്റെ അൽ കബീർ എന്നുള്ള നാമം മനസ്സിലാക്കുമ്പോൾ അള്ളാഹു ഏറ്റവും വലിയവനാണ്, അള്ളാഹു ഏറ്റവും മഹനീയനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മളോട് പറയാണ് വകബ്ബിർഹു തക്ബീറ, അള്ളാഹു കബീറാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മഹത്വം നമ്മൾ പ്രഖ്യാപിക്കണം, യഥാവിധം ശരിയാവിധം പ്രഖ്യാപിക്കണം. എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ലിസാനുൽ ഹാലിലും ലിസാനുൽ മക്കാലിലും നമ്മൾ എന്ത് ചെയ്യണം? പ്രകീർത്തിക്കണം. ലിസാനുൽ ഹാൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രവൃത്തി പദത്തിൽ ഇബാദാത്തുകളിലൂടെ അള്ളാഹു മഹാനാണ് എങ്കിൽ ആ മഹാനായ അള്ളാഹുവിൻ്റെ മഹത്വം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അറിയിക്കണത്. മഹാനായ അള്ളാഹുവിനോട് നമ്മൾ തേടുക, അവൻ്റെ ഗാംഭീര്യവും വലിപ്പവും അറിഞ്ഞ് അവനെ ഭയന്നാണ് നമ്മൾ ജീവിക്കുക. അവൻ്റെ വലിപ്പം മനസ്സിലാക്കിയിട്ട് അവനിൽ പ്രതീക്ഷ വെച്ചാണ് നമ്മൾ കഴിയുക. അവൻ്റെ വലിപ്പവും അവൻ്റെ കെൽപ്പും മനസ്സിലാക്കി അവനിൽ മാത്രം തവക്കുലാക്കിയാണ് നമ്മൾ ജീവിക്കുക. നമുക്ക് ആശ്രയിക്കുവാൻ, നമുക്ക് ഇച്ഛിക്കുവാൻ, തേടുവാൻ, ചോദിക്കുവാൻ, സഹായമർത്ഥിക്കുവാൻ പിന്നെ ആ അള്ളാഹു അല്ലാതെ മറ്റൊരാൾ നമുക്ക് വേണ്ടേ വേണ്ട. കാരണം എല്ലാത്തിനും ധന്യനും വലിയവനും മഹാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു അക്ബർ. പിന്നെ നമ്മൾ പ്രവൃത്തി പദത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്നത് പോലെ നമ്മളുടെ നാവാൽ ലിസാനുൽ മഖാൽ, നമ്മുടെ നാവാൽ നമ്മൾ അള്ളാഹു അക്ബർ പ്രഖ്യാപിക്കണം. അതിൻ്റെ വചനങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത്. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫ മിനൽ കലാമി അർബഅൻ. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ അതിൽ മറ്റൊരു ചില വചനങ്ങളാണ്. അള്ളാഹു വചനങ്ങളിൽ 4 തിരഞ്ഞെടുത്തു. അതിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഇതേപോലെ ഒരിക്കൽ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയ്യിലുള്ള ഒരു വടി കൊണ്ട് ഒരു വൃക്ഷത്തെ തല്ലി. അപ്പോൾ ആ വൃക്ഷം ഇല പൊഴിച്ചു. ഉണങ്ങിയ മരത്തിനാണ് അടിച്ചത്. അപ്പോൾ ഇല ഇങ്ങോട്ട് ഒന്നായിട്ട് കൊഴിഞ്ഞു വീണു. അപ്പോൾ ആ രംഗം കാണിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ഇന്ന സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ യൻഫദുൽ ഖതായ കമാ തൻഫദുൽ ഷജറതു വറഖഹ. ഈ വൃക്ഷം അതിൻ്റെ ഇലയെ കൊഴിക്കുന്നത് പോലെ ഈ 4 വചനങ്ങൾ പാപങ്ങളെ പൊഴിക്കും, പോക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ തെറ്റുകളെ പോക്കുവാൻ, പാപങ്ങൾ മായ്ക്കപ്പെടുവാൻ നമ്മൾ ചൊല്ലേണ്ട വചനങ്ങൾ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചപ്പോൾ അതിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബറാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഒരിക്കൽ ഒരു തൈ നടുകയാണ്, വൃക്ഷത്തൈ നടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ മല്ലദീ തഗ്റസ്, എന്താ നിങ്ങൾ നടുന്നു വെച്ച്. അപ്പോൾ പറഞ്ഞു, ഒരു ചെടി നടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറയോട് പറയാണ്, ഇതിനേക്കാൾ നല്ല ഒരു തൈ അത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, നടാൻ, കൃഷി ഇറക്കാൻ, നടാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറയോട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇത് ഓരോന്നുകൊണ്ടും നിനക്ക് സ്വർഗത്തിൽ ഒരു തൈ കൃഷി ചെയ്യപ്പെടും, അല്ലെങ്കിൽ നട്ടുപിടിപ്പിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറയോട് പറഞ്ഞു. കണ്ട, ദുനിയാവിലൊരു ചെടി കുത്തിയപ്പോൾ അതിനെ സാക്ഷിയാക്കിയിട്ട് റസൂലുള്ള പറയുന്നത് ഇതിനേക്കാൾ നല്ലൊരു ചെടി അതേതാ? അത് സ്വർഗത്തിൽ നമുക്കായി, നമുക്ക് സാക്ഷിയായി നാളെ നമ്മെ സ്വീകരിക്കുന്നതായിട്ട് അവിടെ ഉണ്ടാകാൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഓരോന്നുകൊണ്ടും ഓരോ ചെടിയാണ്. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് സ്വർഗത്തിൽ ഒരു ചെടി കൃഷി ചെയ്യപ്പെടും എന്നുള്ള സുവിശേഷമാണ് ഇവിടെ അറിയിക്കുന്നത്. ഈ പറയപ്പെട്ട തിരുമൊഴികളെല്ലാം ഷെയ്ഖ് അൽബാനി ബലപ്പെടുത്തിയ തിരുമൊഴികളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഏതായാലും അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം, ഇതൊക്കെ അറിയിക്കുന്നത്. അള്ളാഹു അവൻ കബീർ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിനാണ് കിബിരിയ.
ഞാൻ എന്ന ഭാവം വലിപ്പവും മഹാത്മ്യവും. അള്ളാഹിൻ്റെ ചില ഗുണങ്ങൾ അത് നമ്മൾ സ്വീകരിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇപ്പം അള്ളാഹു റഹ്മാനാണ്, അള്ളാഹ്ക്ക് റഹ്മത്തുണ്ട്. അള്ളാഹു റഹീം, കരുണ നൽകുന്നവനാണ്, അള്ളാഹ്ക്ക് റഹ്മത്തുണ്ട്. നമ്മളോട് റഹ്മത്തുള്ളവരാകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ചില സ്വഭാവങ്ങൾ, സിഫത്തുകൾ അത് അള്ളാഹുവിന് പ്രത്യേകമാണ്. അതിൽ അള്ളാഹുവോട് കടപിടിക്കാനും അല്ലെങ്കിൽ ആ സ്വഭാവങ്ങൾ നമുക്കുണ്ടാകാനും പാടില്ല എന്നുള്ളതാണ്. അതിൽപ്പെട്ടതാണ് കിബിർ. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി, അൽ കിബ്രിയാഉ റിദാഇ വൽ അദമതു ഇസാരി ഫമൻ നാസഅനി ശൈഅൻ മിൻഹുമാ അൽഖൈതുഹു ഫീ ജഹന്നം. അൽ കിബ്രിയാഉ റിദാഇ, കിബ്രിയ എൻ്റെ ഉത്തരീയമാണ്, മേൽവസ്ത്രമാണ്. കിബ്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിപ്പം, ഞാൻ എന്ന ഭാവം, അതെൻ്റെ ഉത്തരീയാണ്, മേൽവസ്ത്രമാണ്. വൽ അദമതു ഇസാരി, അദമത്ത് അതും കിബ്രിയാമേറെ ഒരർത്ഥത്തിലാണ്, മഹത്വം. അത് അള്ളാഹുവിൻ്റെ ഉടുവസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് പ്രത്യേകമാണ് അത് രണ്ടും. ഫമൻ നാസഅനി ശൈഅൻ മിൻഹുമാ, ആ രണ്ട് സ്വഭാവങ്ങളിൽ വല്ലതും എന്നോട് വല്ലവരും മത്സരിച്ചാൽ അൽഖൈതുഹു ഫീ ജഹന്നം, ഞാൻ അവനെ നരകത്തിയിലെറിയും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ചില റിപ്പോർട്ടുകളിൽ ഞാൻ അവനെ ശിക്ഷിക്കും, ചില റിപ്പോർട്ടുകളിൽ ഞാൻ അവൻ്റെ നടുവടിക്കും, ചില റിപ്പോർട്ടുകളിൽ ഞാൻ അവനെ തകർക്കും എന്നൊക്കെ ആശയത്തിലാണ് ഹദീസിൻ്റെ ലഫ്ദുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആർക്കും ഞാൻ എന്ന ഭാവം, ഞാൻ വലിയവൻ എന്ന നാട്യം അത് പാടുള്ളതല്ല. അത് അള്ളാഹുവിന് മാത്രം പ്രത്യേകത. പടപ്പുകളിൽ ഒരാൾക്കും അത് പാടുള്ളതല്ല. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഗൗരവത്തിലുള്ള പരാമർശങ്ങൾ വന്നത്. ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബ്ർ, പരമാണുവിൻ്റെ തൂക്കം, അണുമണി തൂക്കം അഹങ്കാരം കൽബിലുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. പരമാണുവിൻ്റെ തൂക്കം കുറച്ച് മതി, അവർക്ക് സ്വർഗം ഇല്ല എന്നുള്ളതാണ്. യുഹ്ശറുൽ മുതകബ്ബിറൂൻ യൗമൽ ഖിയാമ അംസാല ദർ ഫീ സുവരി റിജാൽ യതഅഹുമുൻ നാസ്. എന്താ? ഞാൻ എന്ന ഭാവത്തിൽ നടക്കുന്നവർ, അഹങ്കരിച്ച് നടക്കുന്നവർ, അവർ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ചെറിയ ഉറുമ്പിൻ്റെ രൂപത്തിലാണ്, ചെറിയ ഉറുമ്പിൻ്റെ വലിപ്പത്തിൽ, മനുഷ്യന്മാരുടെ രൂപത്തിൽ. അതാണ് ഫീ സുവരി റിജാൽ, ആളുകളുടെ രൂപത്തിൽ, ചെറിയ ഉറുമ്പിൻ്റെ വലിപ്പത്തിൽ അഹങ്കാരികൾ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും കേട്ടോ. യതഉഹുമുന്നാസ്, ജനങ്ങൾ അവരെ ചവിട്ടിത്തേക്കും, ജനങ്ങൾ അവരെ ചവിട്ടിത്തേക്കും. അങ്ങനെ ദുനിയാവിൽ ഇങ്ങനെ വീർത്ത് നടന്നവനാണ് ഞാൻ എന്ന ആ അഹങ്കാരത്തിൽ. അതുകൊണ്ട് തന്നെ അന്ത്യനാളിൽ മനുഷ്യന്മാരുടെ രൂപത്തിൽ ഉറുമ്പിൻ്റെ വലിപ്പത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കും, ജനങ്ങൾ അവരെ ചവിട്ടി തേച്ചായിരിക്കും അന്ത്യനാളിൽ നടക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, എല്ലാ അപമാനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. മനസ്സിലായി? ഇബ്നുൽ ഖയ്യിം അതേമാതിരി ദാർശനികനാണല്ലോ. ഇബ്നുൽ ഖയ്യിം പണ്ഡിതനാണ്, ദാർശനികനാണ്. അദ്ദേഹം പറയാണ്, അന, ലി, ഇന്ദി തുടങ്ങിയ പദങ്ങൾ പ്രയോഗിക്കുന്നത് സൂക്ഷിക്കണം. അന എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്നർത്ഥം. ലീ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നർത്ഥം. ഇന്ദി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്കലുണ്ട് എന്നാണ് അർത്ഥം, അല്ലേ? ഇത് പറയുന്നത് സൂക്ഷിക്കണം എന്ന് ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട്. എന്തേ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? അന എന്ന് പ്രയോഗിച്ചിട്ട് ഇബ്ലീസിനൊരു വാക്കുണ്ട്. ഇബ്ലീസ് പണ്ട് ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, അന ഖൈറും മിൻഹു, ഞാൻ ആദമിനേക്കാൾ ഉത്തമമാണ്. അവിടെ ആ അന പ്രയോഗിച്ചിട്ടുണ്ടല്ലോ, ആ അർത്ഥത്തിൽ അന പ്രയോഗിക്കുന്നത് സൂക്ഷിക്കാനാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. ഇന്ദി എന്ന് പ്രയോഗിക്കണതിൽ എന്താ പ്രശ്നം? ഇന്ദി എന്ന് പ്രയോഗിക്കുന്നതിൽ പ്രശ്നം, ഇന്ദി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റെ അടുക്കലുണ്ട് എന്നാണ്. അപ്പോൾ ഇന്ദി വറക്കത്തുൻ എന്നാ എൻ്റെ അടുത്തൊരു കടലാസ് ഉണ്ട് എന്നർത്ഥം. ഹിന്ദി എന്ന് പ്രയോഗിക്കണതിന് പ്രശ്നമൊന്നുമില്ല. ഹിന്ദി അല്ല കേട്ടോ, ഹിന്ദി എൻ്റെ അടുക്കലുണ്ട് എന്നാണ്. പക്ഷേ പണ്ട് ഖാറൂൻ ഒരു ഹിന്ദി പ്രയോഗിച്ചിട്ടുണ്ട്. ആ രീതിയിൽ പ്രയോഗിക്കരുത് എന്നാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. ഖാറൂൻ എന്താ ഹിന്ദി പ്രയോഗിച്ചത്? ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഖാറൂന് വലിയ സമ്പത്തല്ലേ, നല്ല അമ്പര ചുംബികളായ കൊട്ടാരം,
വലിയ സമ്പത്ത്, മനസ്സിലല്ലേ? ആ സമ്പത്ത് അത് ഏറ്റാൻ വലിയൊരു സംഘം ആളുകളുണ്ടെങ്കിൽ പോലും അവർക്ക് സാധിക്കാത്ത വിധം, ചിലർ പറഞ്ഞാൽ അതിൻ്റെ താക്കോല ഏറ്റാൻ തന്നെ വലിയൊരു സംഘം ഉണ്ടെങ്കിൽ കഴിയൂല, അങ്ങനത്തെ സമ്പത്താണ് ആർക്ക്? ഖാറൂന്. അപ്പം ഖാറൂനോട് പറഞ്ഞ് അള്ളാഹു നൽകിയതുപോലെ അതിൽ നന്മ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞില്ലേ? അപ്പം ഖാറൂൻ പറയാണ് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ആ സമ്പത്തൊക്കെ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ ഇത് എൻ്റെ അറിവ് കൊണ്ട് എനിക്ക് കിട്ടിയതാണ്, എൻ്റെ പാഠവം കൊണ്ട് അറിവ് കൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ ഹിന്ദി എന്ന് പറഞ്ഞാൽ അവിടെ ഖാറൂൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അഹങ്കരിച്ച് പറഞ്ഞതാണ്. ആ ഹിന്ദി പറയണത് സൂക്ഷിക്കണം. അന ഖൈറും മിൻഹു എന്ന് പണ്ട് ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട്. ആ അന പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. പിന്നെ ലീ എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അലൈസ ലീ മുൽക്കു മിസ്ർ, അതാരാ പറഞ്ഞത്? ഫിർഔൻ. ഈജിപ്തിൻ്റെ ആധിപത്യം ലീ, അത് എനിക്കല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഫിർഔനോട്. വിനയാനിതനാകാനും അള്ളാഹുവിനെ ഇബാദത്തെടുക്കാനും ഇസ്രായേല്യരെ പീഡനം മതിയാക്കാനും ഒക്കെ പറഞ്ഞപ്പോൾ ഫിർഔൻ്റെ ഗർജനാണ് അലൈസ ലീ മുൽക്കു മിസ്ർ, ഈജിപ്തിൻ്റെ ആധിപത്യം എനിക്കല്ലേ. ആ ലീ പറഞ്ഞാൽ എന്താ? ആ ലീ എന്നുള്ളത് അഹങ്കരിച്ച് പറഞ്ഞാൽ, ലീ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നർത്ഥം. എനിക്കതുണ്ട് എനിക്കിതുണ്ട് നമുക്ക് പറയാം, പക്ഷേ ഫിർഔൻ പറഞ്ഞതുപോലെ പറയരുത് എന്നാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. അപ്പോൾ പണ്ട് ഇബ്ലീസ് അന എന്ന് പറഞ്ഞു, ഖാറൂൻ ഇൻദി എന്ന് പറഞ്ഞു, ഫിർഔൻ ലീ എന്ന് പറഞ്ഞു. അതൊക്കെ അഹങ്കരിച്ചാണ് പറഞ്ഞത്. അങ്ങനെ പ്രയോഗിക്കുന്നത് സൂക്ഷിക്കണം എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മേലായ റബ്ബ്, അവനാണ് മഹത്വം, അവനാണ് വലിപ്പം, അവനേക്കാൾ മഹനീയനായി അവനേക്കാൾ വലിയവനായി യാതൊരാളുമില്ല. അള്ളാഹുവിന് അൽ കബീർ എന്നുള്ള പേര് സ്ഥിരീകരിക്കുന്നതും സ്ഥാപിക്കുന്നതും ഈ ഒരാശയാണ്. അള്ളാഹു കബീറാണ്. അള്ളാഹുവിൻ്റെ കബീർ എന്നുള്ള നാമം വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. വഹുവൽ അലിയുൽ കബീർ എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളോട് അള്ളാഹുവിൻ്റെ മഹത്വം ഘോഷിക്കുവാൻ പ്രഖ്യാപിക്കുവാൻ കൽപ്പിച്ചു. അത് പ്രഖ്യാപിക്കുന്നതിൻ്റെ സന്ദർഭങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ ഒരു തവണ പല സന്ദർഭങ്ങളിൽ പല തവണ പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ആ സന്ദർഭങ്ങളെയാണ് ഞാനിവിടെ പലതും ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് ഉണർത്തിയത്. നമ്മളിവിടെ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും ഇബാദത്താക്കിയപ്പോൾ അത് നമ്മൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി എന്നാണ്. ബലിമൃഗത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വബശ്ശിരിൽ മുഹ്സിനീൻ. എന്താ ബലിമൃഗത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞത്? ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. നമ്മൾ ബലിമൃഗത്തെ അറുക്കുമ്പോൾ അതിൻ്റെ മാംസമോ അതിൻ്റെ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. നമ്മളെ നീയത്ത്, നമ്മളുടെ ഇബാദത്താണ് ഇത് എന്നുള്ള ആ വിചാരം, ഇതൊക്കെയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. കദാലിക സഖറഹാ ലക്കും, ഈ ആട് മാടൊട്ടകം കാലികളെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി തന്നത് ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് ഹിദായത്ത് ഏകിയതിനാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ തുകബ്ബിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച് അള്ളാഹുവിൻ്റെ വലിപ്പവും അള്ളാഹുവിൻ്റെ മഹത്വവും നമ്മൾ സമ്മതിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലിമൃഗത്തെ അറക്കാൻ വേണ്ടിയിട്ട് ആയുധം എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറക്കൽ? ബിസ്മില്ലാഹ് വല്ലാഹു അക്ബർ, ബിസ്മില്ലാഹ് വബില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അറുത്തിരുന്നത്. വെളിപാടകലെ വിശുദ്ധ റമദാൻ നമ്മൾ ഉണർത്തി. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തെ നമുക്ക് കനിഞ്ഞു. ആ പുണ്യമാസത്തിൽ പലവിധ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചു. പുണ്യത്തിൻ്റെ പൂക്കാലമായ വിശുദ്ധ റമദാൻ മാസത്തിൽ ജീവിക്കുവാൻ അള്ളാഹു ആയുസ്സേകിയിട്ടുണ്ട് എങ്കിൽ, പുണ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ, നമ്മളുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ, പൂർത്തിയാക്കി നോമ്പെടുക്കുക, അള്ളാഹുവിന് അവൻ്റെ തക്ബീർ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും അത് നിർവഹിക്കുക,
അതേപോലെ അല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ള ദാസന്മാരായിട്ട് അള്ളാഹുവിന് മുമ്പിൽ മനസ്സ വാച കർമ്മണ നന്ദിയുള്ളവരായി ജീവിക്കുന്നതിന് വേണ്ടി. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചു, ഉണർത്തി. അള്ളാഹുവിൻ്റെ മഹത്വം യഥാവിധം നമ്മൾ പ്രഖ്യാപിക്കുക, ശരിയാവിധം അള്ളാഹുവിന് തക്ബീർ നിർവഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ ഈ ദുനിയാവിൽ കാഴ്ചവെക്കുക. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ തൗഫീഖേക്ക് റബ്ബ് നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരു മജ്ലിസ് ഉപരിലോകത്ത് ഖബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ വേദിയിൽ റബ്ബിൻ്റെ ജന്നത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കുവാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു സഹായിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്കെല്ലാം ഇഹത്തിലും പരത്തിലും കൺകുളിർമയേറ്റി നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഇഹത്തിലും പരത്തിലും കൺകുളിർമയേറ്റി അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لي هذه البلاد أمنها ورخاءها واستقرارها. اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين قيادتها وعقيدتها وحدودها وجنودها يا الله إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.